നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം ഇത്രയേറെ പരിഭ്രാന്തിയിലായ മറ്റൊരു സന്ദർഭമുണ്ടായിട്ടില്ല. തീരദേശ പ്രദേശങ്ങളിലെ ജനങ്ങൾ ബോംബിന് സമാനമായ തലത്തിലാണ് ഇപ്പോൾ കണ്ടെയ്നറുകളെ നോക്കിക്കാണുന്നത്. മുങ്ങിയ കപ്പലിൽ നിന്ന് പരന്നൊഴുകുന്ന കണ്ടെയ്നറുകൾ. കപ്പൽ മുക്കിയതാണോ എന്ന് സംശയം ഇപ്പോൾ ബലപ്പെടുന്നു. പലവിധത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കേരള തീരത്ത് ഇത്ര സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്ന മാരക വിഷമടങ്ങിയ കണ്ടെയ്നറുകൾ എങ്ങനെയാണ് പെട്ടെന്ന് നിലംപൊത്തിയത്? കൊച്ചി പുറംകടലിൽ അപകടത്തിൽപ്പെട്ട MSC എൽസ-3 ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിലടിയുന്നു. കരുനാഗപ്പള്ളി ചെറിയഴീക്കലിലും നീണ്ടകരയിലും ആലപ്പുഴ വലിയഴീക്കലിലുമാണ് കണ്ടെയ്നറുകൾ ഇപ്പോൾ കാണപ്പെട്ടത്. ഈ പ്രദേശങ്ങളിലേക്ക് കൂട്ടത്തോടെ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ചെറിയഴീക്കലിൽ ഒരു കണ്ടെയ്നർ തീരത്തണിഞ്ഞു. കടൽ ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയ കണ്ടെയ്നർ ഒഴിഞ്ഞ നിലയിലാണ്. കണ്ടെയ്നറിന്റെ ഒരു വശം തുറന്ന നിലയിൽ. ജനവാസ മേഖലയ്ക്കടുത്താണ് കണ്ടെയ്നർ കണ്ടെത്തിയത്. കണ്ടെയ്നർ കണ്ടയുടൻ തന്നെ സമീപവാസികൾ പരിസരം വിട്ട് ഓടുന്ന കാഴ്ച. സമീപത്തെ വീടുകളിലുള്ളവരോട് ഉടനടി മാറാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകി. നീണ്ടകരയിൽ 3 ഇടങ്ങളിൽ 3 വീതം കണ്ടെയ്നറുകൾ തീരത്തണിഞ്ഞു. നീണ്ടകര പരിമണം കടൽ തീരത്തെ ശിവ ഹോട്ടലിന് സമീപം, നീണ്ടകര ചീലാന്തി ജംഗ്ഷന് പടിഞ്ഞാറ് എന്നീ സ്ഥലങ്ങളിലാണ് കണ്ടെയ്നറുകൾ തീരത്തണിഞ്ഞത്. കടൽ ഭിത്തിയോട് ചേർന്നാണ് ഇവ കാണപ്പെട്ടത്. തിരമാലകൾ അടിച്ച് തകർന്ന നിലയിൽ. RRF ടീം, പോലീസ്, ഫിഷറീസ്, ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവർ സ്ഥലത്തെത്തി പരിശോധനകൾ തുടരുന്നു. പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് കയറുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ കെട്ടിയിട്ട നിലയിലാണ്. ഇവിടെയാണ് ഒരുപിടി സംശയമുയരുന്നത്. എല്ലാ കണ്ടെയ്നറുകളും കാലി. കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ ഏറ്റവും കൂടുതൽ തീരത്തണിയുക ആലപ്പുഴയിലാണ് എന്ന് വിദഗ്ധർ പറയുന്നു. കൊല്ലം, തിരുവനന്തപുരം ജില്ലയുടെ തീര മേഖലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. ഒട്ടനവധി സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. തീരത്തണിഞ്ഞ ഒരൊറ്റ കണ്ടെയ്നറിലും ഒരൊറ്റ സാധനങ്ങളില്ല. എല്ലാം കാലിയായ നിലയിൽ. അങ്ങനെയെങ്കിൽ ഈ ചരക്ക് കപ്പൽ മുക്കിയതാണോ എന്ന് സംശയം ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുന്നു. ഈ രംഗത്തെ ചില വിദഗ്ധർ തന്നെയാണ് ഇത്തരം ചില സംശയങ്ങൾക്ക് തുടക്കമിട്ടത്. ഇൻഷുറൻസ് തുക തട്ടാനും ബിസിനസ് ലോകത്തെ കുടിപ്പക തീർക്കാനും പരസ്പരം കപ്പലുകൾ മുക്കുന്ന പതിവുണ്ട്. 600-ലേറെ കണ്ടെയ്നറുകളായിരുന്നു ഈ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ തീരത്തണിയുന്ന കണ്ടെയ്നറുകളൊക്കെ പൂർണ്ണമായി കാലി. 73 കാലി കണ്ടെയ്നറുകൾ കപ്പലിൽ ഉണ്ടായിരുന്നു എന്ന് കപ്പൽ അധികൃതർ പറയുന്നു. കപ്പലിൽ 623 കണ്ടെയ്നറുകളിൽ ഉള്ളതിൽ വെറും 73 എണ്ണം മാത്രമായിരുന്നു കാലി. എന്നാൽ തീരത്തണയുന്ന ഈ കണ്ടെയ്നറുകൾ മുഴുവൻ കാലിയാണ് എന്നതാണ് ഇവിടുത്തെ സവിശേഷത. 13 കണ്ടെയ്നറുകളിൽ ഹാനികരമായ രാസവസ്തുക്കളും 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡുമാണ് കപ്പലിലുണ്ടായിരുന്നത് എന്ന് കപ്പൽ അധികൃതർ പറയുന്നു. ടാങ്കുകളിൽ ഊർജോൽപാദനത്തിന് ഉപയോഗിക്കുന്ന 84.44 മെട്രിക് ടൺ ഡീസലും 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നുവെന്നാണ് മറ്റൊരു വിവരം. ചരക്ക് കപ്പലുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഹെവി ഫ്യൂവൽ ഓയിലാണ്. MSC എൽസയിലും ഉപയോഗിച്ചത് ഇതേ ഇന്ധനം തന്നെയെന്നാണ് പുറത്തുവരുന്ന വിവരം. മറ്റിന്ധനങ്ങൾ വെള്ളത്തിൽ കലർന്നതിനേക്കാൾ മാരകമായ അപകടമാണ് ഈ ഇന്ധനം വെള്ളത്തിൽ കലർന്നാൽ അത് വരുത്തിവെക്കുക. എണ്ണച്ചോർച്ച ഭീഷണിയിൽ ഏതാണ്ട് 3.7 കിലോമീറ്റർ വീതിയിലും അത്രത്തോളം നീളത്തിലും പ്രദേശമാകെ ഇപ്പോൾ എണ്ണപ്പാട വ്യാപിച്ചിരിക്കുന്നു. മറിഞ്ഞ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെ മറ്റു സാധനങ്ങളുമുണ്ട് എന്നതാണ് മറ്റൊരു വിവരം. അതുകൊണ്ട് തന്നെ വ്യാപകമായി ഇത് കൊള്ളയടിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ അപകടകരമായ ചില കണ്ടെയ്നറുകൾ ഇക്കൂട്ടത്തിലുള്ളതുകൊണ്ട് ജനങ്ങൾ കണ്ടെയ്നറുകൾ കൊള്ളയടിക്കില്ല എന്ന ആശ്വാസത്തിലാണ് ജില്ലാ ഭരണകൂടം. മുങ്ങിയ കപ്പലുകളിലുള്ള കണ്ടെയ്നർ കരതൊട്ടാൽ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കും. കസ്റ്റംസ് നിയമമനുസരിച്ച് ഈ കണ്ടെയ്നറുകൾ ഒഴുകി കേരള തീരം തൊട്ടാൽ കസ്റ്റംസിനാണ് പിന്നെ പൂർണ്ണ ഉത്തരവാദിത്വം. തീരുവ അടയ്ക്കാതെ കൊണ്ടുവന്നിട്ടുള്ള ചരക്കുകളാണ് കപ്പലിലുള്ളത്. ഇതിൽ നിന്ന് ചരക്കുകൾ മാറ്റുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. കണ്ടെയ്നറുകൾ കണ്ടെത്താനും നിരീക്ഷിക്കാനും കസ്റ്റംസ്, മറൈൻ ആൻഡ് പ്രിവന്റീവ് യൂണിറ്റുകളെ കേരള തീരത്ത് വിന്യസിച്ചിരിക്കുന്നു. കര തൊടുന്നതനുസരിച്ച് കസ്റ്റംസ് സംഘമെത്തി കണ്ടെയ്നറുകൾ പരിശോധിക്കും. അപകടകരമല്ലാത്ത വസ്തുതകളുള്ളത് കൊച്ചി തുറമുഖത്തേക്ക് ഉടൻ തന്നെ എത്തിക്കും. ഇല്ലെങ്കിൽ സമീപത്തെ കസ്റ്റംസ് ഓഫീസിന്റെ കസ്റ്റഡിയിലാകും. കാർഗോയുടെ കസ്റ്റംസ് ഏജന്റിനെ വിളിക്കുകയും ബിൽ ഓഫ് എൻട്രി അഥവാ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയുണ്ട് എന്ന് പരിശോധിക്കുകയും ചെയ്യും. എൽസ കപ്പൽ
MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് തന്നെയാണ് ഏജന്റ്. ബില്ലിൽ ഉൾപ്പെടുത്താത്ത വസ്തുക്കൾ കപ്പലിലുണ്ടോ എന്നതാണ് മുഖ്യമായി പരിശോധിക്കേണ്ടത്. അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക പ്രോട്ടോകോൾ നിലവിലുണ്ട്. ഈ കണ്ടെയ്നറുകളിൽ പലതും കേരള തീരത്ത് ഇറക്കാനുള്ളതായിരുന്നില്ല എന്നതാണ് സൂചന. എങ്കിൽ പോലും എവിടെയാണോ കരതൊടുന്നത് ആ നിമിഷം മുതൽ അവിടുത്തെ കസ്റ്റംസിന്റെ ചുമതലയിലായിരിക്കും ഈ കണ്ടെയ്നറുകൾ. സ്ഫോടനത്തിന് സാധ്യതയുള്ള വിഷാംശമുള്ള വസ്തുവകകൾ ചില കണ്ടെയ്നറുകളിൽ അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ തികഞ്ഞ പരിഭ്രാന്തിയിലാണ്. പരന്ന എണ്ണപ്പാടം പോലെയാണ് ഇപ്പോൾ കപ്പലിന് ചുറ്റുമുള്ള ഭാഗം. ആ ഭാഗത്ത് വലിയ സ്ഫോടനങ്ങളും പൊട്ടിത്തെറികൾക്കും സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു. അപകടകരമായ വസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകൾ തീരത്തു തൊട്ടാൽ ഒരുപക്ഷെ വൻ സ്ഫോടനത്തിനും തുടർന്ന് വലിയ തീപിടുത്തങ്ങൾക്കും കാരണമായേക്കാം. പ്രദേശവാസികൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കണ്ടെയ്നറുകളുടെ തുറന്ന വാതിലിനുള്ളിലൂടെ ആരും അകത്ത് പ്രവേശിക്കരുത് എന്ന് ഭരണകൂടം പറയുന്നു. കപ്പലിൽ നിന്ന് ഒഴുകിപ്പടർന്ന എണ്ണപ്പാട നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മറുവശത്ത് നൂറുകണക്കിന് കണ്ടെയ്നറുകളാണ് കടലിലേക്ക് പതിച്ചത്. എണ്ണപ്പാട ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പടരാം എന്നതാണ് നിലവിലുള്ള അവസ്ഥ. അതുകൊണ്ട് തന്നെ കേരള തീരത്ത് പൂർണ്ണ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കപ്പലിലെ ഇന്ധനമായ എണ്ണ ചോർന്നിട്ടുണ്ട് എന്ന് സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഏകദേശം മണിക്കൂറിൽ 3 കിലോമീറ്റർ വേഗത്തിൽ ആണ് കടലിൽ ഒഴുകി നടക്കുന്നത് ഇന്ധനം. നിലവിൽ കോസ്റ്റ് ഗാർഡ് 2 കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ തടയാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ഒരു ഡോണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കാനുള്ള പൊടി ആകാശത്ത് നിന്ന് വിതറുന്നു. ദേശീയ എണ്ണപ്പാട പ്രതിരോധ പദ്ധതിയുടെ അധ്യക്ഷനായ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ നേരിട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. എണ്ണപ്പാട എവിടെ വേണമെങ്കിലും എത്താം എന്നതാണ് മറ്റൊരു അപകടം. കപ്പൽ മുങ്ങിയ ഭാഗത്തു നിന്ന് 20 നോട്ടിക്കൽ മൈൽ പ്രദേശത്തേക്ക് ആരും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് അധികൃതർ പറഞ്ഞു. എണ്ണപ്പാട തീരത്തെത്തിയാൽ കൈകാര്യം ചെയ്യാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ 2 വീതം റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെയും തയ്യാറാക്കി. അപൂർവ വസ്തുക്കളോ കണ്ടെയ്നറുകളോ കണ്ടാൽ അടുത്തു പോകരുത്, അതിന്മേൽ തുടരുത്. കർശന നിയന്ത്രണമാണ് ജില്ലാ ഭരണകൂടം അതത് പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പുറംകടലിൽ മുങ്ങിത്താഴ്ന്ന ചരക്ക് കപ്പൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ജലബോംബായി മാറിയേക്കാം. 16 കണ്ടെയ്നർ കാൽസ്യം കാർബൈഡ് കപ്പലിലുണ്ട്. വെള്ളവുമായി സമ്പർക്കമുണ്ടായാൽ ഇത് അസിറ്റിലിൻ വാതകമായി വൻ സ്ഫോടനത്തിന് കാരണമാകും. മറ്റ് 13 കണ്ടെയ്നറുകളിൽ ഹാനികരമായ വസ്തുക്കളും കപ്പൽ ടാങ്കിൽ 450 ടണ്ണോളം ഇന്ധനവുമുണ്ട്. സ്ഫോടനം സംഭവിച്ചാൽ എന്തൊക്കെ നടക്കുമെന്ന് പ്രവചനാതീതമാണ്. കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ തിരക്കേറിയ കപ്പൽ ചാലിന്റെ അടിത്തട്ടിലാണ് കപ്പൽ ഇപ്പോൾ. കൊച്ചി, ആലപ്പുഴ, കൊല്ലം തീരങ്ങൾ എണ്ണ രാസപദാർത്ഥ ഭീഷണിയിലാണ്. കപ്പലിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ എണ്ണ കാണപ്പെടുന്നത് എങ്കിലും ഇന്ധനം മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. കടലിൽ വെച്ച് സ്ഫോടനം സംഭവിച്ചാൽ തീ താനെ അണയാനുള്ള സാധ്യതകളുണ്ട്. കണ്ടെയ്നറുകൾ കരയ്ക്ക് അടിയുന്ന ഘട്ടത്തിലാണ് സ്ഫോടനം നടക്കുന്നത് എങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി നിർവചിക്കുക എളുപ്പമല്ല. അതീവ സുരക്ഷയിൽ പ്രത്യേക സജ്ജീകരണങ്ങളോടെ രാസപ്രവർത്തനം നടത്തിയാണ് അസിറ്റിലിൻ വാതകമുണ്ടാക്കുന്നത്. ഇത് സിലിണ്ടറുകളിൽ നിറച്ച് വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. കട്ടകളായും പൊടിയായും കാൽസ്യം കാർബണേറ്റ് സൂക്ഷിക്കാം. കണ്ടെയ്നറിൽ എങ്ങനെയാണ് ഈ രാസപദാർത്ഥങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. കേരള തീരത്ത് ഒരു ജലബോംബ് നിൽക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും അത് വൻ സ്ഫോടനങ്ങൾക്ക് കാരണമാകാം. അതാണ് തീരപ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ പരിഭ്രാന്തിക്ക് കാരണം. മറുവശത്ത് ഈ കപ്പലിനെ ചുറ്റിപ്പറ്റി ഒട്ടേറെ അഭ്യൂഹങ്ങൾ പരക്കുന്നു. കപ്പൽ മുക്കിയതാണ് എന്ന് വിദഗ്ധർ തന്നെ പറയുമ്പോൾ അതിലെത്രമാത്രം വാസ്തവമുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതിലപ്പുറം കേരള തീരത്ത് ആരെങ്കിലും ആസൂത്രണം ചെയ്ത ഒരു അട്ടിമറി നീക്കമാണോ ഈ കപ്പലിൻ്റെ മുങ്ങൽ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.